മറ്റു രണ്ട് ഇസ്മുകളാണ് അൽ ഹക്കം, അൽ അദിൽ. ഹക്കമും അദിലും. الذي يحكم بين عباده في الدنيا والآخرة بعدله وقسطه. ദുനിയാവിലും പരലോകത്തും തന്റെ അടിമകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ. ബിഅദ്ലിഹി വഖിസ്തിഹി, അവന്റെ അദ്ല് കൊണ്ടും ഖിസ്ത് കൊണ്ടും, നീതി ഒരു അല്പം പോലും അനീതിയില്ലാതെ ചെയ്തതിന് കൃത്യമായി പ്രതിഫലം നൽകുക, അതാണ് അദ്ലും ഖിസ്തും. ഫലാ യസ്ലിമു മിസ്ഖാല ദർറ, ഒരു ദർറത്തിന്റെ കനം പോലും, ഒരു ചെറിയ ഉറുമ്പിന്റെ കനം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം ചെയ്യില്ല, ദുൽമ കാണിക്കില്ല. വലാ യുഹമ്മിലു അഹദൻ വിസ്റ അഹദിൻ, ഒരാളുടെയും പാപഭാരം മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കില്ല. വലാ യുജാസിൽ അബ്ദ ബിഅക്സറ മിൻ ദംബിഹി, ഒരു അടിമക്കും അവരുടെ പാപത്തെക്കാൾ അധികം, ചെയ്ത പാപത്തെക്കാൾ അധികം പ്രതിഫലം നൽകില്ല. വയുഅദ്ദിൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ, പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരിമ്പ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം കാണിക്കില്ല. ഒരാളുടെയും പാപഭാരം വേറൊരാളെ വഹിപ്പിക്കില്ല. ഒരാൾക്കും ചെയ്ത പാപത്തെക്കാൾ അപ്പുറത്തേക്ക് അതിന് പ്രതിഫലം നൽകുകയുമില്ല. ചെയ്ത പാപത്തെക്കാൾ കൂടുതൽ ശിക്ഷ നൽകില്ല. ഇത് അള്ളാഹുവിന്റെ അതിലിൽപ്പെട്ടതാണ്. പാപത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അവന്റെ അതില് കൊണ്ടാണ്. ദുനിയാവില് നടക്കാവുന്ന പരസ്പരം മനുഷ്യര് തമ്മിൽ വിധി തീർപ്പ് കൽപ്പിക്കുമ്പോൾ നടക്കാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലില്ല. കാരണം അവൻ അദിലും ഹക്കമും അദിലുമാണ്. അത് അവന്റെ പേരുകളിൽ പെട്ടതാണ്, അവന്റെ സിഫത്താണ്, അവന്റെ ദാത്തിൽ തന്നെയുള്ള മുലാസമത്തായ സിഫത്താണ്, അവന്റെ അസ്മാകളിൽ പെട്ടതാണ് ഹക്കമും അദിലും. വയുഅദ്ദിൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ, അല്ലാഹുവിന്റെ ഖിസ്തിലും അദിലിലും ഹക്കമിലും പെട്ടതാണ് അവൻ അവന്റെ യുഅദ്ദിൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ, എല്ലാ ഹക്കുകളും അതിന്റെ അഹ്ലുകാരിലേക്ക് അവൻ എത്തിച്ചു കൊടുക്കും, തിരിച്ചു പിടിച്ചു കൊടുക്കും. അത് അല്ലാഹുവിന്റെ നീതിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ദുനിയാവിൽ വെച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ ഹക്ക് കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം എന്നാൽ, ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കും. ഒരാളുടെ സമ്പത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരാളുടെ ഹക്ക് കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കുകൾ അതിന്റെ അഹ്ലുകാരിലേക്ക് വാങ്ങിക്കൊടുക്കും. അതവന്റെ നീതിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രതീക്ഷ അള്ളാഹുവിന്റെ അതിലിലുണ്ട്. ഫലാ യദഉ സാഹിബ ഹഖ്ഖിൻ ഇല്ല ഔസല ഇലൈഹി ഹഖ്ഖ, ഒരു കാര്യത്തിലും അവകാശപ്പെട്ടവരെ വിടുകയില്ല, അവന്റെ അവകാശം അവനിലേക്ക് എത്തിച്ചു കൊടുക്കാതെ. ഒരാളുടെയും ഹക്ക്, ഒരാൾക്കും അവകാശപ്പെട്ടത് വേറൊരാളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാതെ വിടില്ല. വഹുവൽ അദ്ലു ഫീ തദ്ബീരിഹി വ തഖ്ദീരിഹി, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ലാണ്, നീതിമാനാണ്. ഫീ തദ്ബീരിഹി വ തഖ്ദീരിഹി, അവന്റെ നിയന്ത്രണങ്ങളിലും അവന്റെ ഖദറിലും, അവൻ ജനങ്ങളുടെ മേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അവന്റെ അടിമകളുടെ മേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തദ്ബീറിലും തഖ്ദീറിലും
അതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്ല്. ഇന്ന റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, എന്റെ റബ്ബ് ശരിയായ വഴിയിൽ തന്നെയാണ്, സിറാത്ത് മുസ്തഖീമിലാണ്. അള്ളാഹുവിന്റെ ഖദറിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ കൗനിയായ ഖദർ, അതിൽ അള്ളാഹു ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന കുറവുകളും ന്യൂനതകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ അത് ന്യൂനതകളാണ്, കുറവുകളാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹിക്മത്തും അതിലും അതിലുണ്ട്. ഒരാളോടും അള്ളാഹു അന്യായം ചെയ്തിട്ടില്ല. കണ്ണു കൊടുക്കാത്തവനോ കാല് കൊടുക്കാത്തവനോ അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാത്തവനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം കൊടുത്തവനോ അത് അള്ളാഹ് അനീതി കാണിച്ചു എന്നുള്ളൊരു വിഷയമില്ലത്. അള്ളാഹ് നീതിയാണ് ചെയ്തിട്ടുള്ളത്. അവന്റെ തഖ്ദീറും അതിനനുസരിച്ചാണ്. നീതി അനുസരിച്ച് കൊടുക്കേണ്ടതേ കൊടുത്തിട്ടുള്ളൂ ഏതൊരാൾക്കും. ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീതി മാത്രമാണ്. എന്തെങ്കിലും ഒന്ന് ന്യൂനത വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ നീതി മാത്രമാണ്, അതില് മാത്രമാണ്. അതിലൊരു അനീതിയും അന്യായവും അള്ളാഹു ചെയ്തിട്ടില്ല. നമുക്കത് ആലോചിച്ചെത്താൻ കഴിയില്ല എന്ന് മാത്രം. ഒരാൾക്ക് അള്ളാഹു ദുനിയാവിൽ എന്തെങ്കിലും ഒരു കുറവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് അയാൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്യാനായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം എന്നുള്ളത് പരലോകത്ത് അയാൾക്ക് അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കും. അള്ളാന്റെ അതില്, അള്ളാന്റെ നീതി, അള്ളാന്റെ ഹിക്മത്ത് അത് നമുക്ക് മനസ്സിലാകില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഈ ദുനിയാവിനെയും പരലോകത്തെയും സ്വർഗ നരകങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചു തന്ന രണ്ട് ഉപമകൾ കൊണ്ട് നോക്കിയാൽ ഈ അതിന് നമുക്ക് ബോധ്യമാവും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖസൗകര്യങ്ങളിൽ ആഡംബരങ്ങളിലും സുഖലോലുപതയിലും കഴിഞ്ഞിരുന്ന ഒരു ആള്, ഏറ്റവും വലിയ ചക്രവർത്തിയോ എന്താകട്ടെ, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എന്നിട്ട് നരകത്തിൽ നിന്ന് ഒരൊറ്റ മുക്കല് നരകത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും ഒരു സുഖം ദുനിയാവിൽ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഒരു സുഖവും ഞാൻ ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ല. ഒരു സുഖവും ഞാൻ ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ല. ദുനിയാവിൽ അനുഭവിച്ച സുഖങ്ങളൊന്നും സുഖങ്ങളായി അയാൾക്ക് തോന്നില്ല. ആ ഒരൊറ്റ ശിക്ഷയുടെ ഒരു ചെറിയ മുക്കലുമുണ്ട്. ഈ ദുനിയാവിൽ ഏറ്റവും പ്രയാസപ്പെട്ട് ജീവിച്ച, ഏറ്റവും കഷ്ടപ്പാടുകൾ കൊണ്ട് ജീവിച്ച ഒരു മുഅ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നൊരു മുക്കല് മുക്കിയിട്ട് കണ്ട് പുറത്തെടുത്തിട്ട് ചോദിക്കും, ദുനിയാവിൽ വല്ല പ്രയാസം നിനക്കുണ്ടായിട്ടുണ്ടോ? ഒരു പ്രയാസം എനിക്കുണ്ടായിട്ടില്ല. ഒരു പ്രയാസം എനിക്കുണ്ടായിട്ടില്ല, ഒരു കഷ്ടപ്പാടുണ്ടായില്ല. ഈ സുഖത്തിനാണെങ്കിൽ വേറെ എന്ത് കഷ്ടപ്പാട്? ഇതാണ് അവൻ അനുഭവപ്പെടുക. അതാണ് ദുനിയാവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന തഖ്ദീറിലും തദ്ബീറിലും അവന്റെ അസ്ല് അദ്ലാണ്, നീതിയാണ്. അള്ളാഹു ഒരാളോടും ഈ ദുനിയാവിലും അന്യായം ചെയ്യുന്നില്ല, പരലോകത്തും അന്യായം ചെയ്യുന്നില്ല. വലാ യളിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരുത്തനോടും അന്യായം കാണിക്കില്ല എന്നുള്ളത് ദുനിയാവിലും പരലോകത്തും. ദുനിയാവിൽ അള്ളാഹു അന്യായം കാണിക്കണമെങ്കിൽ, അനീതി കാണിക്കണമെങ്കിൽ അതിനർഹര് ഈ കാഫിറുകളായിരുന്നു. കാഫിറുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പോലും അല്ലാഹ് കാരുണ്യാണ് കാണിക്കുന്നത്. പിന്നെ ആരോട് അല്ലാഹ് അനീതി കാണിക്കാനുള്ളത്, അന്യായം കാണിക്കാനുള്ളത്? ഇന്ന റബ്ബക അദ്ലുൻ ഹകമുൻ, നമ്മുടെ റബ്ബ് അദ്ലും ഹകമുമാണ്. ഹക്കമാണവൻ, അതിലാണവൻ. അവന്റെ വിധി നീതിയാണ്. ദുനിയാവിലും പരലോകത്തും ക്രിസ്തും അതിലുമാണ് അവന്റെ വിധിയിലുള്ളത്. ഒരു തരിമ്പ് പോലും, ഒരു കാര്യറുമ്പിന്റെ കനം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ കാണിക്കുന്നില്ല. ഒരാളുടെയും പാപഭാരം മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കുകയുമില്ല. ദുനിയാവിലെ വിധി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതികളുടെ വിധിയോ മനുഷ്യന്മാര് വിധിക്കാനുള്ള വിധിയോ ഒരുത്തന്റെ പാപഭാരം വേറൊരുത്തന്റെ മേൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. ഏതൊരാൾ തെറ്റ് ചെയ്താലും വേറൊരുത്തന്റെ മേൽ ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കമാണ്, അതിലാണ്. അവൻ ഒരാളുടെയും പാപഭാരം മറ്റൊരാളുടെ മേൽ ചാർത്തില്ല. മാത്രമല്ല, ഇത് ഒരു വലിയ വിഭാഗം മതവിശ്വാസികളുടെ ദീനിനെ തന്നെ പൊളിക്കുന്ന ഒരു അസുലാണ് ഈ വാചകം. വലാ യുഹമ്മിലു അഹദൻ വിസ്റഹു, എല്ലാവരുടെ പാപഭാരവും കൂടി ഒരൊറ്റ മനുഷ്യൻ ഏറ്റെടുത്തിട്ട് കുരിശുമ കയറി എന്നുള്ളതാണ് ഒരു മതത്തിന്റെ നിലനിൽപ്പ് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിക്ക് എതിരാണത്. ഒരു ദീനിന്റെ നിലനിൽപ്പ് തന്നെ അള്ളാന്റെ അദിൽ എന്നുള്ള ഈ ഒരു ഇസ്മ മനസ്സിലാക്കാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദിലായി ഒരാളുടെയും പാപഭാരം വേറൊരാളെ വഹിപ്പിക്കില്ല.
വലാ യുജാസിൽ അബ്ദ ബിഅക്സറ മിൻ ദംബിഹി. ഒരാളെയും പാപം ചെയ്തതിന് അല്ലാഹു പാപം ചെയ്തതിന്റെ അപ്പുറത്തേക്ക്, ചെയ്ത പാപത്തിന് അപ്പുറത്തേക്ക് ശിക്ഷ കൊടുക്കില്ല. എന്ന് അള്ളാന്റെ നന്മക്കുള്ള പ്രതിഫലം നൽകൽ അതിൽ വെച്ചിട്ടല്ല, ഇഹ്സാനും റഹ്മത്തും വെച്ചിട്ടാണ്. അതിന് കയ്യും കണക്കുമില്ല, അത് വിശാലമാണ്. അള്ളാഹു തിന്മകൾക്ക് പ്രതിഫലം നൽകുന്നത് അതിൽ വെച്ചിട്ടാണ്. ഒരാൾക്കും ചെയ്തതിന്റെ അപ്പുറത്തേക്ക് ഒരൽപ്പം പോലും മുൻപ് കാണിക്കില്ല, ഒന്നും കൂടുതൽ കൊടുക്കില്ല. എന്നാൽ നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് അതിന് വെച്ചിട്ടല്ല, ഇഹ്സാന് വെച്ചിട്ടാണ്, റഹ്മത്ത് വെച്ചിട്ടാണ്. ഇഹ്സാനും ഫദ്ലും റഹ്മത്തുമാണ്. അത് അള്ളാഹ് കോരിക്കൊടുക്കും. എത്രയാണ് ഒരു നന്മ അള്ളാഹ് സ്വീകരിക്കുന്നത് തന്നെ അവന്റെ യമീന് കൊണ്ട് അവൻ സ്വീകരിക്കും. അവന്റെ യമീന് കൊണ്ട് അവൻ നന്മയെ സ്വീകരിക്കും. എന്നിട്ട് അതിന് 10 പ്രതിഫലം ഉടൻ തന്നെ രേഖപ്പെടുത്തും. പിന്നെ അതിന്റെ ആ നന്മയുടെ ആഴമനുസരിച്ച്, അതിന്റെ ഇഖ്ലാസിന്റെ വലുപ്പമനുസരിച്ച് ആ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും. 70ഉം 700ഉം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടിയായി നന്മകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. തിന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് മിസ്ലുഹ, അതുല്യമായ, അതിനപ്പുറത്തേക്ക് അധികം നൽകുന്നില്ല. അത് അവന്റെ അദിലാണ്, അവന്റെ ഖിസ്താണ്. ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി.